ഹലോ, ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നാണ്. നിങ്ങൾ ഇന്ന് തന്നെ ഓഫീസിൽ ഹാജരാവണം. എന്തിനാണ് സാർ? കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. വരാതിരിക്കരുത്. വരാം സാർ. വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് വരേണ്ടി വരും. വരാം സാർ. ജോൽസിനെ കാണാൻ പോവാണെന്നറിഞ്ഞു. ആര് പറഞ്ഞു? അതാരെങ്കിലും ആയിക്കോട്ടെ, പോകുന്നു എന്നുള്ളത് സത്യമല്ലേ? ദുർമരണം നടന്ന വീടല്ലേ, എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ കണ്ടുപിടിക്കണ്ടേ? മറ്റുള്ളവർക്കല്ലേ ഇത് ദുർമരണം നടന്ന വീട്. ഇവിടെ താമസിക്കുന്നവർക്ക് അങ്ങനെയാണോ? നിത്യമോള് പോയി, അങ്ങനെയല്ലേ ഇവിടെയുള്ളവർ വിചാരിക്കേണ്ടത്, അല്ലാതെ ദുർമരണം നടന്നു എന്നാണോ? അതെ, പ്രിയ ഭാരിച്ച കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. ഇന്നലെ വന്ന ആളാ പ്രിയ. പ്രിയക്ക് ഈ വീടിനെ കുറിച്ച് ഒന്നും അറിയില്ല. അറിയാത്തത് പറഞ്ഞു തരണം, അതല്ലേ മാന്യത. ഈ വീട്ടിൽ താമസിക്കുന്നത് അത്ര നല്ലതല്ല. പ്രിയക്ക് അതിന്റെ ദോഷം ആണോ? അപ്പോ ഞാനിവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമല്ലോ. സംശയം എന്താ? അല്ലെങ്കിലേ നിത്യയുടെ പ്രേതം പ്രിയയെ ആക്രമിക്കും. അതെന്തിനാ എന്നെ ആക്രമിക്കുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പ്രേതത്തിന് തെറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. ആരാ എന്താ നോക്കാതെ പ്രേതം പ്രതികരിക്കും. ജീവൻ വേണമെങ്കിൽ ഇവിടെ ഓടിപ്പോകുന്നതാ നല്ലത്. എനിക്ക് ഈ പ്രേതത്തെ ഒന്നും പേടിയില്ല ശരത്തെ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ വീട് വിട്ട് പോവാൻ പോകുന്നില്ല. സൂക്ഷിക്കേണ്ടത് ശരത്താ. ശരത്തിനെയാ പ്രേതം ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ സാധ്യത. അതങ്ങനെ പ്രിയക്കറിയാം? പെൺപ്രേതം ആണുങ്ങളെ ആക്രമിക്കൂ. ജോൽസിന്റെ അടുത്തെങ്ങാനും പോയെന്ന് അറിഞ്ഞാ അതോടെ തീർന്നു. സ്ട്രോ ഇട്ട് കരിക്കും വെള്ളം കുടിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാ പ്രേതം രക്തം കുടിക്കുക. ശരത്തിനൊന്നും പറ്റരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറയാ, ജോൽസിന്റെ അടുത്ത് പോവാതിരിക്കുന്നതാ നല്ലത്. അതൊരിക്കലും നടക്കില്ല. ഇവിടെ എന്തെങ്കിലും ഒരു ബാധ ഉണ്ടെങ്കിൽ അതിനെ എത്രയും വേഗം ഉച്ചാടനം ചെയ്യണം. ഉച്ചാടനം ചെയ്യാനോ? നിന്നെ കൊണ്ട് അതിനെ പറ്റൂ എന്ന് ചോദിക്കും പ്രേതം. അപ്പോഴെന്തു പറയും? നിന്റെ കഴുത്തില് പല്ലുകൊണ്ട് കടിച്ച് രക്തം മുഴുവൻ നൂറ്റി ചണ്ടിയാക്കി ഏതെങ്കിലും പനയുടെ ചോട്ടിൽ കൊണ്ടിടും പ്രേതം. അതുകൊണ്ടാ ഞാൻ ഉപദേശിച്ചത്. സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേക്ക്, അല്ലെങ്കിൽ അനുഭവിച്ചു. ഒന്ന് തന്നെ മിമിക്രി പഠിച്ചിട്ടുണ്ട് കുറച്ച്. എന്ത്? ഒന്നുമില്ല, നല്ല പെർഫോമൻസ്. താങ്ക് യു.